ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളിൽ നിന്നും എന്താണ് അവരിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ മുഖം, അവരുടെ പേര് അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറയുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Page of Cups, Queen of Wands, Nine of Swords, the Devil energy, Eight of Cups, Six of Pentacles, Page of Wands, Page of Pentacles, Ten of Wands, Three of Cups, Seven of Pentacles, Five of Wands, Seven of Wands, Eight of Wands, Two of Cups, King of Pentacles, King of Cups, Knight of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികളുടെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കാരണം തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഹാപ്പി അല്ലാത്തൊരു വ്യക്തികളുടെ എനർജി ആയിട്ടാണ് കാണുന്നത്. നമ്മൾ തേർഡ് പാർട്ടി റീഡിംഗ് അല്ല നോക്കിയിരിക്കുന്നതെങ്കിൽ പോലും ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു പെയിൻഫുൾ ആയ എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താണ് അവർക്ക് ചെയ്യേണ്ടത്, മുന്നോട്ടേക്ക് പ്രവർത്തിക്കേണ്ടത് അതൊന്നും അറിയില്ല. ഒരു നെഗറ്റിവിറ്റി എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു ട്രാപ്പിൽ അകപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടണം, ജീവിതത്തിൽ ഒരു വെളിച്ചം വേണം, ആ ഒരു വെളിച്ചം നിങ്ങളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വന്നിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ വേദനിപ്പിച്ച് കടന്നുപോയവരായിരിക്കാം ഇവര്. ഇപ്പൊ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്ത വേദന അത് നിങ്ങളുടെ പേഴ്സണും ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് ഇവരുടേതായ ഒരു കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഒരു വലിയ രീതിക്കുള്ള പൊള്ളല് ഇവർക്ക് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വലിയ രീതിക്കുള്ള പൊള്ളൽ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തികള്, ഇമോഷൻസ്, അതുപോലെ ഫാമിലി എന്ത് വേണമെങ്കിലും ആകാം. തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു പേഴ്സൺ ആണ്. അവർക്ക് എവിടെ നിന്നോ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ രീതിക്കുള്ള തിരിച്ചടി അല്ലെങ്കിൽ വലിയൊരു പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ്, മാനസികമായുള്ള സംഘർഷങ്ങൾ ഇതെല്ലാം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടമൊക്കെ വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ലൈഫിലേക്ക് നിങ്ങൾ കടന്നു വന്നിരുന്നെങ്കിൽ അവർക്കൊരു സന്തോഷം ലഭിക്കുമായിരുന്നു എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തിന് വേണ്ടി സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് ഇവർ തയ്യാറെടുക്കുന്നുണ്ട്.
ഒരിക്കൽ നിന്നുപോയ ആ ഒരു റിലേഷൻഷിപ്പിനെ ഇനി താനായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ടേക്ക് നയിക്കണം എന്നൊരു ചിന്ത, അതിനുവേണ്ടി എന്തൊക്കെ റിസ്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എടുക്കേണ്ടി വന്നാലും അത് എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തയ്യാറെടുക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നവരായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ പൂർണ്ണമായും ഉപേക്ഷിച്ച് പോകരുത് എന്ന് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇമോഷണലി നിങ്ങളിലേക്ക് വളരെയധികം അറ്റാച്ച്ഡ് ആവുന്ന ഒരു പേഴ്സണെ തന്നെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞുപോയ നാളുകളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഓർത്തെടുത്ത് വേദനിക്കുകയാണ്. ഒരേ സമയം അവർക്ക് ചിരിയാണെന്നുണ്ടെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും വരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഈ ഒരു ഒറ്റപ്പെടലില് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ഈ ഒരു ലൈഫ് സ്ട്രഗിളിങ്സിൽ നിങ്ങളുടെ ഓർമ്മകൾ ഒരു തരത്തിൽ അവർക്കൊരു സമാധാനമാണ്. എന്നാൽ മറുതരത്തിൽ ചിന്തിക്കുമ്പോൾ അവരായിട്ട് തന്നെയാണല്ലോ ഈ ഒരു ബന്ധത്തെ ഇത്രത്തോളം മോശം അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളൊരു റിഗ്രറ്റ്, ആ ഒരു കുറ്റബോധം ഇവരെ ഭയങ്കരമായിട്ട് ഒരു ഡൗൺ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, വഴക്കുകൾ, വാക്കുതർക്കങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇവരാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഭയങ്കരമായിട്ട് മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചവരായിരിക്കാം. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്ത് ഇവരെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പറഞ്ഞ വാക്കുകൾക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം അവർ ചിന്തിക്കുന്നത് അവരുടെ തെറ്റുകൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്തിൻ്റെതാകാം എന്നുള്ള രീതിയിലേക്ക് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും അവരുടെ മനസ്സിൽ ഇപ്പൊ ഇല്ല എന്നുള്ള ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ആഗ്രഹം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് കിട്ടുന്നത്. ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഇവരുടെ ആ ഒരു മനോഭാവത്തിൽ, നിങ്ങളോടുള്ള ചിന്തകളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇത് വേണം അല്ലെങ്കിൽ നേടണം എന്നൊരു ചിന്തയും, അതുപോലെ അർഹമായ രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകണം, നിങ്ങളുടെ വാല്യൂ ഒരു രീതിയിലും തിരിച്ചറിയാതെ മാറ്റി നിങ്ങളെ നിർത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി അവർക്കിപ്പോ അവരുടെ മനസ്സിൽ അവർ നൽകുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളിലേക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിൽ ഒരുപാട് സ്നേഹം ഒരു സൈഡിൽ വരുന്നുണ്ടെങ്കിൽ മറു സൈഡിൽ ഒരുപാട് ഭയവും കാണിക്കുന്നുണ്ട്. ഭയം എന്ന് പറയുമ്പോൾ ഇവർ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള കാര്യത്തിൽ. അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. അപ്പൊ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. കാരണം ഈ ഒരു സ്പ്രെഡ് നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്, തേർഡ് സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ്. മാത്രമല്ല ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് സിറ്റുവേഷനെ ഭയക്കുന്നതായിട്ടും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികൾ മാത്രമല്ല, ചിലവരുടെ കേസിൽ ഫാമിലി, അല്ലാന്നുണ്ടെങ്കിൽ വളരെ റീസൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവർക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ആയിരിക്കും. ആ ഒരു ഭയം ഇവരെ ഭയങ്കരമായിട്ട് വേട്ടയാടുന്നുണ്ട്. എങ്കിൽ പോലും ഇവർക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം, നീതിപൂർവ്വം നിങ്ങളോട് പെരുമാറണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. നിങ്ങളിൽ നിന്ന് ഇവർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സമയത്ത് ഒരു കെയറിങ് ആണ്. കാരണം ഇവരുടെ ചുറ്റിനും ഇപ്പൊ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കെയറിങ് അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവരുടെ എല്ലാവിധ ഏറ്റക്കുറച്ചിലുകളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തവരായിരിക്കും. ഇവർ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ അതിനെയൊക്കെ ക്ഷമിച്ച് ഇവരുടെ കൂടെ നിന്നവരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഇവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഓർമ്മകൾ ഇത്രത്തോളം വന്നിരിക്കുന്നത്. ഇവർക്ക് ഇവരുടെ ആ ഒരു കരിയറിലേക്കാണെന്നുണ്ടെങ്കിലും ഒന്നിലേക്കാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മനസ്സിൽ മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി തന്നെയാണ്. അതോടൊപ്പം ഇവർ ജോലി ചെയ്യുന്നുണ്ട്, ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ജീവിതം എന്താണ്, അല്ലെങ്കിൽ ജെനുവിനിറ്റി എന്താണ്, ജെനുവിൻ ആയിട്ടുള്ള ആത്മാർത്ഥത എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നവരാണ്. ഓരോ നിമിഷവും ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ബന്ധത്തെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നോക്കി കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഹോപ്പാണ്, പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ നിങ്ങളെ നോക്കി കാണുന്നത്. അതുപോലെ അവരിപ്പോ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ്. കാരണം നിങ്ങൾക്ക് ഒരു value നൽകാതെ മാറ്റി നിർത്തിയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ presence ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളാണ് അവരുടെ സന്തോഷം. അപ്പൊ അതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷം തന്നെയായിരിക്കാം.
നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകുക എന്നുള്ളത്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ, ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹത്തെ അവർ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കുന്നുണ്ട്. ആത്മാർത്ഥത എന്താ എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന വേദനകൾ തന്നെയാണ് നിങ്ങളെ തിരിച്ചറിയാനായിട്ട് ഒരു പ്രധാന കാരണമായിട്ട് ഇവിടെ മാറിയിരിക്കുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങി പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നും അവർ ആഗ്രഹിക്കുകയാണ്. അതുപോലെ അവരുടെ സ്നേഹം, അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആത്മാർത്ഥമായ സ്നേഹത്തെ അത് നിങ്ങളിലേക്ക് തന്നെ നൽകുക. അത് മറ്റുള്ളവരിലേക്കൊക്കെ അവർ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് അത് നിങ്ങളിലേക്ക് മാത്രമായിട്ട് നൽകാനാണ് ചിന്തിക്കുന്നത്. കാരണം അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ പോയി നിന്ന സ്ഥലത്ത് യഥാർത്ഥമായ ഒരു സ്നേഹമല്ല അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ എവിടെയാണോ ആത്മാർത്ഥത നിങ്ങളെക്കാൾ കൂടുതലായിട്ട് കാണിച്ചത്, നിങ്ങൾക്കൊരു ചതി തന്നിട്ട് മറ്റേതെങ്കിലും സ്ഥലത്താണ് ആത്മാർത്ഥത കാണിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു പൊള്ളൽ, ആ ഒരു മുറിവ്, അത് നിങ്ങളുടെ പേഴ്സണെ ആഴത്തിൽ ചിന്തിക്കാനായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് അവരുടെ ലൈഫിൽ അവർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ മനസ്സിലുള്ള സ്നേഹത്തെ അത് നിങ്ങളിലേക്ക് എത്തിക്കണം, അതുപോലെ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം, അതിലൊരു വിജയം വേണം. എല്ലാ രീതിക്കും നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കി നീതിപൂർവമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക. സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കി അല്ലെങ്കിൽ താൻ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകൾ കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് ചിന്തിച്ച് ഭയങ്കരമായ ഒരു കുറ്റബോധം, ആ ഒരു റിഗ്രറ്റ് ഫീൽ നിങ്ങളുടെ പേഴ്സണിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. എനർജി വളരെ ലോസ് ആയിട്ടാണ് കാണുന്നത്. ഓരോ നിമിഷവും അവരുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒറ്റപ്പെടൽ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ട് ഇവരിപ്പോ ഒറ്റയ്ക്ക് ഇരിക്കാനും കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും വിട്ടു പോയി എന്നൊരു എനർജി മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ റിഗ്രറ്റ് ഫീലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് എനർജി ലോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരൊരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇവർക്ക് ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങളെ ഇത്രത്തോളം ഒരു വേദനകളിലേക്ക് കൊണ്ടുവന്ന് വലിച്ചിഴച്ചിട്ടിരിക്കുന്നത്. വേദനകളിലേക്ക് എന്ന് പറയുമ്പോഴേക്കും നിർബന്ധപൂർവ്വം നിങ്ങളെ കൊണ്ടുവന്നവരായിരിക്കാം ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. എന്നിട്ടും നിങ്ങൾക്കൊരു വേദന തന്നി അവർ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് യഥാർത്ഥമായിട്ട് ആ ഒരു സ്നേഹം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അത് അവരായിട്ട് തന്നെ അത്രയും കഷ്ടപ്പെട്ടാണ് നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലേക്ക് വരാനായിട്ടുള്ള കാരണം നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ അവരാണ് എഫേർട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പുറകെ നടന്ന് സ്നേഹം പിടിച്ചു വാങ്ങി ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടെ ആയിരിക്കാം കൂടുതൽ റെസനേറ്റ് ആവുക. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുടുംബം, കുട്ടികൾ എല്ലാവരും അടങ്ങുന്ന ഒരു ഫാമിലി ആവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വൈഫ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആയിരിക്കാം ചിലപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുക. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വളരെയധികം സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങൾക്ക് നൽകിയിട്ട് പിന്നീട് നിങ്ങളോട് ചതി ചെയ്യുന്ന ഒരു വ്യക്തി, അതൊരു നീതിപൂർവമല്ലാത്തൊരു പ്രവൃത്തിയാണ്. അപ്പൊ അവരങ്ങനെ നിങ്ങളോട് ചെയ്തിരിക്കുന്നതിന്റെ ഒരു ഫലം തന്നെയാണ് അവർക്കിപ്പോ ലൈഫിൽ ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ആരെങ്കിലും നിന്നൊക്കെ ഒരുപാട് പണം വാങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ നിൽക്കുകയോ ചെയ്യുന്നവരായിരിക്കും. പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ സാധിക്കില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ട്രാപ്പിൽ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് കിട്ടുന്നത് കേട്ടോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ. അപ്പൊ എങ്ങനത്തെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിനെ, നിങ്ങളുടെ സ്നേഹത്തിനെ ഒക്കെ ഇവര് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവര് മനസ്സിലാക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി താൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ നേടാൻ. ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞവരൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വിവാഹം കഴിക്കാൻ പോലും ഒരുപാട് എഫേർട്ട് എടുത്തവരായിരിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തി ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെ നേടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും അവർ കഷ്ടപ്പെടുത്തി നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്ന് ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവരായിട്ട് തന്നെ നിങ്ങൾ ഉപേക്ഷിച്ച്, അപ്പൊ അത്ര ആ ഒരു കഷ്ടപ്പാടെല്ലാം താൻ തന്നെയാണല്ലോ നശിപ്പിച്ച് കളഞ്ഞത് എന്നൊരു ചിന്തയൊക്കെ കൂടെ വരുമ്പോ ഇവർക്ക് ഇവരെ തന്നെ പലപ്പോഴും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഇവരുടെ ഒരു ഓവർ തിങ്കിങ് ഭയങ്കര കൂടുതലായിട്ട് ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വേദനയിൽ തന്നെയാണ് പൂർണ്ണമായിട്ട് നിൽക്കുന്നത്.
അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരിക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു വിഷമാവസ്ഥ എത്രയും വേഗം ഒന്ന് മാറണം എന്നുള്ള ചിന്തകൾ വന്നിരിക്കുന്നത്. ഇവിടെ 2 ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നവരാണ്. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി എല്ലാം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഇവര്. സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, കെയറിങ് ആഗ്രഹിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കാനെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വാക്കുകൊണ്ടെങ്കിലും ഇവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു കാലങ്ങള്, നിങ്ങൾ ഒരുമിച്ച് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സമയങ്ങളോളം സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ഈവൻ ഫോണിലാണെങ്കിൽ പോലും അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഇഷ്ടങ്ങള്, ഫ്യൂച്ചർ പ്ലാൻസ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അത്രയും ഒരു ബോണ്ടിങ് ഉള്ള ബന്ധമായിരുന്നു ഇത്. പക്ഷെ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ്, അതായത് നിങ്ങൾക്കിടയിൽ പരിചയമുള്ള വ്യക്തികളൊക്കെ തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഇവർ എവിടേക്കാണോ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ വീണ്ടും എത്തണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. ഇവിടെ മാനിഫെസ്റ്റേഷൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്നലത്തെ ഒരു റീഡിങ്ങിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജി ഒക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു സ്പ്രെഡ് ആണെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇവിടെ റീഡ് ചെയ്യുമ്പോഴേക്കും അറിയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു റീഡിങ് ഇന്നലത്തെ ആണെങ്കിലും ഇന്നത്തെ ആണെങ്കിലൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ, കോമൺ ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് വളരെ പോസിറ്റീവായിട്ട് ലൈഫിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ സ്ട്രോങ് ആയിട്ട് ക്ലെയിം ചെയ്യുക. ഇവരിപ്പോ മുരടിച്ചു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു വളർച്ച വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ആവേശം എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഇവർ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളെ നേടിയെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വിട്ടുപോവാതിരിക്കാനായിട്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും എന്തും ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് അത് ഇവർക്ക് വന്നിട്ടുണ്ട്. ട്രാപ്പിൽ അകപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇവർക്ക് ഒരു ഭയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം മറികടന്നെത്തുക, വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തുക. ഇതൊരു ഫാസ്റ്റ് എനർജിയാണ്. വളരെ പെട്ടെന്ന് നിങ്ങളെ ചേസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തണം. കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട്. ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇനി ഇവർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിക്കും നിങ്ങളെ സ്വീകരിക്കാതെ മാറിപ്പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തി ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നടത്തി നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വെളിച്ചത്തിലേക്ക് കടന്നു വരണം. അതുപോലെ ഇവർക്ക് ചെയ്തു തരാൻ പറ്റാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ സാഹചര്യങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ മാറി നിന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് വാക്കുകൾ, ഒരുപാട് നിങ്ങൾക്ക് എന്താ പറയാ പ്രോമിസ് ഒക്കെ തന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസ് ഒക്കെ പാലിക്കാനായിട്ടും ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ടും ആഗ്രഹിക്കുകയാണ്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു കമ്മിറ്റ്മെന്റ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളൊരു ഒരുമിച്ചുള്ള ലൈഫ് മുന്നോട്ടേക്ക് സ്വപ്നം കണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ പകുതി വെച്ച് മുറിഞ്ഞു പോയ ഒരു സ്വപ്നമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റെടുത്ത് ആ ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് കൊണ്ടുപോവുക, നിലനിർത്തി കൊണ്ടുപോവുക. സിറ്റുവേഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വിജയം കൈവരിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ കിട്ടുന്ന. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ്. നിങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നവരല്ല, നിങ്ങളിലേക്ക് തിരികെ വരണം, അവരുടെ ലൈഫിൽ നിങ്ങൾ വേണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു എനർജി നിങ്ങളുടെ വ്യക്തിയുടേതായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം ഒരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. ഒരു കംപ്ലീറ്റ്ലി മാറ്റം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതല്ല, ട്രാൻസ്ഫർമേഷൻ സ്റ്റേജ് ആണ്. മാറ്റങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗിലൂടെ കടന്നു പോകുന്നവരാണ്. ലൈഫിൽ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിളിങ് നേരിട്ട് അതിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഉള്ള അവരുടെ ഒരു ഫീലിങ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഫീലിങ്സ് ഇത്രത്തോളം ഒരു എനർജീനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നുണ്ട്, അവരുടെ എനർജീനെ തന്നെ ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. അവർ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മകളും അതുപോലെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇപ്പോഴും ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന കാര്യങ്ങൾ ഒക്കെ ആയിട്ടിരിക്കും നിരന്തരമായിട്ട് ഈ ഒരു പേഴ്സണെ ചിന്തിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അവരിലേക്ക് കണക്ട് ആകുന്ന ഒരു സമയം തന്നെയാണ്. അപ്പൊ നിങ്ങൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുക. ചേസിങ് കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സുകൊണ്ടുള്ള നിങ്ങളുടെ വിശ്വാസം, പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് അതിനെ കീപ്പ് ചെയ്ത് പോവുക. കാരണം നിങ്ങളുടെ എനർജീനെ
അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ആവുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. റീഡിംഗ് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ നോക്കിയതിന് ശേഷം കമന്റ് ചെയ്ത് അറിയിക്കുകയും അതുപോലെ തന്നെ ക്ലെയിം ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലൂസ് നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലൂസ് മാത്രമല്ല കേട്ടോ, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ക്ലൂസ് നമ്മൾ കുറച്ചുകൂടെ നിങ്ങൾക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന് ഇടുന്നതാണ്. കൊല്ലം, ഏരീസ്, എറണാകുളം എന്നൊരു ഡിസ്ട്രിക്റ്റ്, സി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എം എന്നൊരു ലെറ്റർ, UAE വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ, ജെമിനി സോഡിയാക് സൈൻ ആണ്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. ട്രിവാൻഡ്രം എഗെയിൻ വന്നിട്ടുണ്ട്. കൊല്ലം എഗെയിൻ വന്നിട്ടുണ്ട്. ആയില്യം, ഒക്ടോബർ മന്ത്, 28, എറണാകുളം 36, വിത്തിൻ 3 months കാണിക്കുന്നുണ്ട്. ഡിസംബർ മന്ത്, വിശാഖം, ട്രിവാൻഡ്രം എഗെയിൻ വന്നിട്ടുണ്ട്. മലപ്പുറം, ഡി എന്നൊരു ലെറ്റർ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് 30 days കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ, 30 ദിവസം, ചിലർക്ക് 3 months ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്ത് കാര്യങ്ങളൊക്കെ അനുസരിച്ച്, അതുപോലെ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അതനുസരിച്ചാണ് ആ ഒരു ടൈം പീരീഡ് വരുന്നത് കേട്ടോ. അവിട്ടം, കെ എന്നൊരു ലെറ്റർ, 1990, 7 കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് 7 days ആയിട്ടും എടുക്കാം. പത്തനംതിട്ട, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 31 എന്നൊരു ലെറ്റർ ആണ്, സോറി നമ്പർ ആണ്. ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസും എനർജീസും സിറ്റുവേഷൻസും എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.